എവ്രിവൺ വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് വന്നിരുന്നു. നമ്മൾ രാവിലെ ഇത് സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് 1 by 1 നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് അതിനകത്ത് വരിക. നാഷണൽ ഇൻകം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, പോവർട്ടി, ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, റിസോഴ്സ് അലോക്കേഷൻ, ഗെയിം തിയറി, ഗവൺമെൻറ് ആൻഡ് ഫോംസ് ഓഫ് ഇൻ്റർവെൻഷൻ, ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതുപോലെ ഇക്കണോമെട്രിക്സിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹൈപ്പോതസിസ് ടെസ്റ്റിംഗ്, അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മോഡൽ, ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമെട്രിക്സ്, ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽ, ടൈം സീരീസ് ഇക്കണോമെട്രിക്സ്, പാനൽ ഡേറ്റ. പിന്നെ ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വരാറുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. ദെൻ കൊമേഴ്സിൽ നിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, അതിനകത്ത് ഓഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, നമ്മുടെ എപ്പോഴും വരുന്ന സെയിം സംഭവം തന്നെയാണ്. നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, അതൊക്കെയാണ്. പിന്നെ റിസർച്ച് മെത്തഡോളജി വളരെ വൈഡായിട്ടുള്ള സിലബസ് ആണ് കേട്ടോ. ആക്ച്വലി നൾ ഹൈപ്പോത്തസിസും സാമ്പിളിങ്ങും അങ്ങനെയുള്ള സർവേ ഏരിയാസും വരുന്നുണ്ട്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിളിംഗ് ആൻഡ് ഡിസൈൻ എക്സ്പെരിമെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്, റിഗ്രഷൻ അനാലിസിസ്. ദെൻ മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര, റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്, ഇത്തരം കാര്യങ്ങളാണ്. ദെൻ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് 15 മാർക്കിനുണ്ട്. അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം ഇൻ ഇന്ത്യ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ്, ഇത്തരം കാര്യങ്ങളാണ്. GK ഒന്നുമില്ല, ജനറൽ നോളജും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലേക്ക് വരുന്നത് എക്സാമിന്. അപ്പോൾ എന്താണല്ലോ എല്ലാവരും പഠിച്ചു തുടങ്ങുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ കെയർ അക്കൗണ്ടൻറ്റിന് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. താങ്ക്